ഫുൾ എമൗണ്ട് ലോൺ ചെയ്യാൻ പറ്റുന്നത്. ഇതിലും ലോണിൽ നമുക്ക് ഓൾമോസ്റ്റ് കുറെ വണ്ടികൾ ലോൺ ഫുൾ എമൗണ്ട് കയറുന്ന വണ്ടികൾ. ഈ ഒരു റേറ്റിന് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ചലഞ്ച് ചെയ്യാണ്. കാരണം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എൻഡിലേക്കുള്ള ക്ലിയറൻസ് സെയിൽ നമ്മുടെ ഓണത്തിന്റെ എല്ലാ ബെനിഫിറ്റും ഇപ്പൊ ഇന്ന് കാണിക്കുന്ന വീഡിയോയിൽ 2 lakh ബിലോ വരുന്ന ഒരു വണ്ടി തരാം. പുത്തൻ കണ്ടീഷൻ അല്ലേ? വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എക്സിക്യൂട്ടീവ് വേരിയന്റ് ആണ് വന്നിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ കുറവാണ്. നമ്പർ കാണിച്ചോ വന്നാൽ മതി. ഡീസൽ i20 എവിടെ ഉണ്ടെങ്കിലും ഒന്ന് പറയണം. 5ന്റെ താഴെ ഒരിക്കലും എവിടെയും കിട്ടാൻ പോകുന്നില്ല. ഈ മാസം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. വെറും 50,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് സ്വിഫ്റ്റിന്റെ ഡിസയർ. വണ്ടി ഡെലിവറി എടുത്ത രീതിയിൽ തന്നെ ഉണ്ട്. കവർ വരെ നല്ല റെഡ് കളർ. വാഗ്നറിന്റെ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നേരെ കോൺടാക്ട് ചെയ്തോളുക. ഒരു XUV, അതും മൈലേജ് ഉള്ള, കിലോമീറ്റർ കുറഞ്ഞ, ഓണർഷിപ്പ് സിംഗിൾ ആയിട്ടുള്ള ഒരുപാട് എൻക്വയറി വരുന്നതാണ്. എല്ലാം നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഫോട്ടോസും ഡീറ്റെയിൽ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻഫോ ലൈനിൽ ഇതിൽ വെക്കുന്ന ഇൻഫോ ലൈനിൽ ജസ്റ്റ് വാട്സാപ്പിൽ ഹായ് ഇട്ട് കഴിഞ്ഞാൽ കാറ്റലോഗ് അവൈലബിൾ. ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം സെക്കൻഡ് ചോയ്സിലാണ്. മുഹമ്മദ് ഖാന്റെ സെക്കൻഡ് ചോയ്സിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഓണത്തിന് ശേഷമുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ്. കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് പാവങ്ങാടാണ് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ലെറ്റ്സ് റോളിംഗ്. നമ്മളെ സെക്കൻഡ് ചോയ്സിലെ സാരഥിയായ മുഹമ്മദ് ഖാൻ നമ്മളെ കൂടെ ഉണ്ട്. ഹായ്. ഓണത്തിന് ശേഷം നമ്മളെ ചാനൽ ഫസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, കളക്ഷൻസ് ഒക്കെ പ്രാവശ്യം നമ്മൾ അത്യാവശ്യം നല്ല ലോൺ ചെയ്യാൻ പറ്റുന്ന സെക്കൻഡ് കാറ്റഗറിയുള്ള വെഹിക്കിൾ മാത്രം. ഓണർഷിപ്പ് ഓക്കെ, ഓണർഷിപ്പ് അത്യാവശ്യം ഫസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടികളാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്നത് നമുക്കൊരു ഫുൾ എമൗണ്ട് ലോൺ ചെയ്യാൻ പറ്റുന്നത്. ഇതിലും ലോണിൽ നമുക്ക് ഓൾമോസ്റ്റ് കുറെ വണ്ടികൾ ലോൺ ഫുൾ എമൗണ്ട് കയറുന്ന വണ്ടികളുണ്ട്. നമുക്ക് അത് ചെയ്യാം. 2018 മോഡല് മാഗ്ന 1.2. 2018 മോഡലാണ് മാഗ്ന. ഗ്രാൻഡ് ഐറ്റൺ ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് കിടക്കുന്നത്. കിലോമീറ്ററും 65,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 65,000 കറക്റ്റ് പ്രോപ്പർ കമ്പനി സർവീസ് പോയിട്ട്. ഓക്കെ, 4,10,000 ആണ്. നമുക്ക് നെറ്റ് 4 ആക്കി കൊടുക്കാം. നെറ്റ് ഓക്കെ, നെറ്റ് പ്രൈസ് ആണ് പറഞ്ഞിരിക്കുന്നത്. 4 ലക്ഷത്തിന് നമുക്ക് നെറ്റ് പ്രൈസിൽ കിട്ടും. ലോൺ ഏകദേശം എത്ര വരും? എന്തായാലും 3.25 വരെ ലോൺ ചെയ്തെടുക്കും. 18 വരെ ലോണും കിട്ടും. അപ്പൊ ഏകദേശം 25,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. നല്ലൊരു വണ്ടി ഇറക്കാൻ പറ്റും. അടുത്തത് 2013 മോഡല്. ഇതൊരു സ്പെഷ്യൽ റൈറ്റിലിട്ട വണ്ടിയാണ്. ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടി, ഡീസൽ ആണ്. ഡീസലോട്ട് വരുമ്പോൾ എന്തായാലും മൈലേജ് നല്ല രീതിയിൽ ഉണ്ടാവും. 20-25 റേഞ്ചിൽ വരുന്ന വണ്ടിയാണ് ഇത്. നമ്മൾ ഒരു സ്പെഷ്യൽ റൈറ്റിൽ, ഇതും ആ റൈറ്റിൽ നിങ്ങൾക്ക് ലോണും ഫുള്ള് ചാടിക്കാനും പറ്റും. 2.5 ലക്ഷം രൂപയ്ക്ക് തരാം. 2.5 ലക്ഷം രൂപയ്ക്ക് 2013 ആസ്റ്റ ഡീസൽ. ഒരു വെല്ലുവിളി പോലെയല്ലേ? ഈ ഒരു റേറ്റിന് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ചലഞ്ച് ചെയ്യാണ്. കാരണം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. വെറും 2.5 ലക്ഷം രൂപയ്ക്കാണ്. അതും ഡീസൽ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടി കൂടിയാണ്. ഫുൾ എമൗണ്ട് ലോണും കിട്ടും. ഓക്കെ, അടുത്ത ലക്ഷം നോക്കാം. ഓക്കെ, അടുത്ത് വരുന്നത് 2014 CRD ഡീസൽ. മൈലേജ് നോക്കുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി. അതും ഫുൾ എമൗണ്ട് ലോണിൽ കയറിട്ട വണ്ടി. ഡീസൽ 14 2014 CRD S വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് 3,20,000 തരാം. അത്ര തന്നെ ലോണും അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഇത് നമ്മൾ ഓണം ക്ലിയറൻസ് സെയിലാണ്. ഈ മാസം, ഈ സെപ്റ്റംബർ മാസം എൻഡിലേക്കുള്ള ക്ലിയറൻസ് സെയിൽ. നമ്മുടെ ഓണത്തിന്റെ എല്ലാ ബെനിഫിറ്റും ഇപ്പൊ ഇന്ന് കാണിക്കുന്ന വീഡിയോയിലുണ്ട്. 15 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. 15 മോഡൽ പെട്രോൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 3 ലക്ഷം രൂപയ്ക്ക്. സ്പോർട്സ് ആണ്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് 1 lakh അല്ല 2 lakh ബിലോ വരുന്ന ഒരു വണ്ടി തരാം. 2016 സിംഗിൾ ഓണർഷിപ്പ്. നല്ലൊരു വൈറ്റ് റെനോന്റെ കിഡ്. 800 cc ആണ്. 1 ലിറ്റർ അല്ല, 800 രൂപ വരുന്ന വണ്ടി. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് ലോൺ തന്നെ അവൈലബിൾ ആണ്. ചിലപ്പം ഫുൾ എമൗണ്ട് നല്ല ഫയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് 1,95,000 കൊടുക്കാം. 1,95,000 സിംഗിൾ ഓണർഷിപ്പ്. 2016 മോഡൽ കിഡ്, 800 cc. നെക്സ്റ്റ് വരുന്നത് 2017 KUV ആണ്. നമുക്ക് സീറ്റിംഗ് കപ്പാസിറ്റി, ഹൈറ്റ് ഉള്ള കസ്റ്റമേഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ ആണ്. നല്ല പുത്തൻ കണ്ടീഷൻ അല്ലേ? വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 2,95,000 കൊടുക്കാം. 2095 സിംഗിൾ ലോൺ എന്തായാലും നമുക്കൊരു 2 lakh അബോവ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് സെഡാന് എൻക്വയറി ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ഹോണ്ട സിറ്റി സെഡാൻ വെഹിക്കിൾ. ഇതും തേർഡ് ഓണർഷിപ്പിൽ നമുക്ക് 2,49,000 കൊടുക്കാം. ഡീസൽ പെട്രോൾ 2011 മോഡൽ പെട്രോൾ. 2011 മോഡൽ പെട്രോൾ ആണ്. 2,49,000 കൊടുക്കാം. 2,49,000. നെക്സ്റ്റ് 2013 XV എന്നുള്ള വേരിയന്റ്. അതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമ്മൾ ഈ വീഡിയോയിൽ കുറെ സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടികൾ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് റൈറ്റിൽ കൊടുക്കാം.
നല്ല ബ്ലാക്ക് നിസാന്റെ മൈക്ര 2.25 ലക്ഷം 2,25,000 നമുക്ക് 2013 മോഡൽ പെട്രോൾ സിംഗിൾ ഓൺഷിപ്പ് ലോണും കയറും. ഇത് തോന്നുന്നത് ഓൾമോസ്റ്റ് 2 ലാക്ക് വരെ കയറും. 25 രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഉള്ള ഒരാൾക്ക് സുഖമായിട്ട് എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് i20 ഡീസൽ 3 ലാക്ക് ബിലോ കളറും കൂടിയല്ലേ. 2012 മോഡൽ ആസ്റ്റ ആണ്, ഫുൾ ഓപ്ഷൻ ഡീസൽ. അപ്പൊ നമുക്ക് 3 ലക്ഷത്തിന് താഴെ ഒരു ഡീസൽ വണ്ടി നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഫുൾ ഓപ്ഷൻ ആണ്. എല്ലാ ഓപ്ഷൻസും വരും. സ്റ്റിയറിംഗ് ടിൽറ്റ് ആണ്, ഇൻബിൽറ്റ് സെറ്റും റിമോട്ട് ലോക്ക് ഒക്കെ വരുന്നത്. 2,95,000 2012 മോഡൽ ഡീസലാണ്. നെക്സ്റ്റ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് തന്നെ ഗ്രാൻഡ് ഐറ്റൻ പെട്രോൾ, മറ്റൊരു ഗ്രാൻഡ് ഐറ്റൻ. ഇതും സിംഗിൾ ഓൺഷിപ്പ് വെഹിക്കിളാണ്. 3,20,000 കൊടുക്കാം. 3 ലക്ഷം വരെ ലോണും ചെയ്തു തരാം. 15 സിംഗിൾ ഓണർഷിപ്പ്, കാലിക്കറ്റ് രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. പെട്രോളിൽ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ലോണിന്റെ കേസ് എങ്ങനെ? ലോൺ 3 ലാക്ക് വരെ ലോൺ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഓഫർ പ്രൈസ് വെല്ലുവിളി വീഡിയോ. ഈ 2018 i20 മോഡൽ i20 ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളിൽ ഉണ്ടെന്ന് കമന്റ്സിൽ വരണം. 2018 എക്സിക്യൂട്ടീവ് എന്നുള്ള മാഗ്ന എക്സിക്യൂട്ടീവ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 5 ലക്ഷം രൂപയ്ക്ക് 5 ലക്ഷം രൂപയ്ക്ക് അത്ര തന്നെ ലോൺ ചെയ്തുതരാം. ഇതിന്റെ മാർക്കറ്റ് റേറ്റ് ഒന്ന് സ്റ്റഡി ചെയ്തോളി. 6 ലാക്ക് റേഞ്ചിൽ കുറെ വണ്ടികൾ കാണാം. എക്സിക്യൂട്ടീവ് വേരിയന്റ് ആണ് വന്നിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ കുറവാണ്. നമ്പർ കാണിച്ചോളൂ, വന്നാൽ മതി. K11 BL 289 നമ്പർ നോക്കിയാൽ ചെക്ക് ചെയ്യാം. ഹിസ്റ്ററി ഒക്കെ 5 ലക്ഷം രൂപയ്ക്ക് ചാൻസ്. നെക്സ്റ്റ് വരുന്ന i20 2013 സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാൻ 40,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. നിങ്ങൾക്കും ഇതും സർവീസ് ചെക്ക് ചെയ്തിട്ട് വരാം. K11 AQ 6865 സ്പോർട്സ് വേരിയന്റില് പെട്രോൾ സ്പോർട്സ് വേരിയന്റ് കേട്ടോ. നേരത്തെ കാണിച്ച എക്സിക്യൂട്ടീവ് വേരിയന്റ് എക്സിക്യൂട്ടീവ് ആണ്. ഇത് സ്പോർട്സ് ആണ്. 2,95,000 വണ്ടി തരാം. 2,95,000. നെക്സ്റ്റ് വരുന്നത് ചാൻസർ ഐറ്റൻ ആണ്. ആക്റ്റീവ് i20 2016 സിംഗിൾ ഓണർഷിപ്പ് 2016 മോഡൽ 90,000 കിലോമീറ്റർ ഓടിയ വണ്ടി. എന്തായിരിക്കും വില? എന്തായാലും ഒരു 5 ലക്ഷത്തിന്റെ താഴെ 4,60,000 ചാൻസ് ആയിട്ടാണ്. ഡീസൽ ആണ്. ഡീസൽ i20 എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. 5ന്റെ താഴെ ഒരിക്കലും എവിടെയും കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഇന്റീരിയർ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. എക്സ്റ്റീരിയർ ഇന്റീരിയർ ഒക്കെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് 4,60,000. നെക്സ്റ്റ് വരുന്നത് 2013 സ്കോഡ റാപ്പിഡ്. അടുത്ത നല്ലൊരു റാപ്പിഡ് അവൈലബിൾ ആണ്. സ്കോഡന്റെ ഡീസലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഇതും നമ്മൾ ചാൻസ് റൈറ്റ് നമ്മൾ ഇട്ട റൈറ്റ് ഒക്കെ ഇവിടെ കാണാം. കാറ്റലോഗിലുണ്ട്. നമ്മൾ ഈ സ്പെഷ്യൽ റൈറ്റ് ആയിട്ട് ഈ മാസം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത നല്ല വണ്ടിയാണ്. ഇതിന്റെ എങ്ങനെയാ പ്രൈസിങ്? 2,60,000. വെറും 2,60,000. ലോൺ ഫുള്ള് ചെയ്തു. നമ്മളൊരു ഫയൽ കൊടുത്തിരുന്നു. അത് 250 വരെ കയറുന്നുണ്ട്. അതെ, ഫുൾ എമൗണ്ട് ക്യാഷ് ബാക്ക് വരുന്ന ഒരു കാറ്റഗറി കേട്ടോ. നെക്സ്റ്റ് വരുന്നത് വെർണ 2013 മോഡൽ വെർണ. അടുത്ത ഹോണ്ടന്റെ വെർണ നോക്കുകയാണെങ്കിൽ നല്ല ബ്ലാക്ക് വെർണ ഇവിടെ അവൈലബിൾ ആണ്. 1.6 ഡീസൽ ആണ്. 2011 മോഡൽ 1.6 വെർണ ഡീസൽ. നമ്മളെ സ്പെഷ്യൽ റേറ്റ് 3,25,000 തരാം. 3,25,000. അത് ഫുള്ള് ലോൺ ആട്ടോ. അത് ഫുള്ള് ലോൺ ചെയ്ത് നല്ല ഫയൽ ആണെന്നുണ്ടെങ്കിൽ 65 മേലെ സിവിൽ സ്കോർ ഉള്ള ഒരു കസ്റ്റമർക്ക് ഫുൾ എമൗണ്ട് ലോൺ ചെയ്തു തരാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജും കിട്ടും. 1.6 ആണ് വെർണക്ക് മൈലേജ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് 2012 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഇയോൺ അല്ലേ? അടുത്ത ഇയോണിലേക്ക് വന്ന് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2012 മോഡൽ അല്ലേ? 12 മോഡൽ ഇറാ പ്ലസ് ആണ്. ഇറാ പ്ലസ് ആ സമയത്ത് വരുന്ന ലിമിറ്റഡ് എഡിഷൻ ചില ബ്ലൂ ഡ്രൈവ് എന്നുള്ള സ്പെഷ്യൽ ഇതിൽ വന്നത്. അതിൽ ചില ഇൻബിൽറ്റ് LPG വരും. അപ്പൊ ഇത് സിംഗിൾ ഓണർഷിപ്പിൽ 80 കിലോമീറ്റർ ഓടിയ വണ്ടി ഞങ്ങൾ 1,55,000 തരാം. ഒരു ലോൺ ഇടുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് 1,45 1.5 വരെ ലോണും ചെയ്യാൻ പറ്റും. ചെറിയൊരു ഇനിഷ്യൽ പേയ്മെന്റ് 5 രൂപയ്ക്കൊക്കെ ഇറക്കി കൊടുക്കാൻ പറ്റും. ഒരു ചെറിയ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടി. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നോക്കിയാൽ തന്നെ കാണാം. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്താണ്. അടുത്ത് നെക്സ്റ്റ് വരുന്നത് i20. അടുത്ത വീണ്ടും ഒരു i20ലേക്ക് വന്ന് i20 പെട്രോൾ ആണ്. ഇത് നമ്മള് നേരത്തെ രീതിയിൽ തന്നെ ആ ഒരു സ്പെഷ്യൽ റൈറ്റിൽ തന്നെ തരാം. മോഡൽ ഏതാ? 2015 സെക്കൻഡ് ഓണർഷിപ്പ് ആസ്റ്റ ഫുൾ ഓപ്ഷൻ 1.2 പെട്രോൾ വരുന്ന വണ്ടി. ഇത് 4,25,000 തരാം. 4,25,000 2015 ഫുൾ ഓപ്ഷൻ ആസ്റ്റ പെട്രോൾ. സ്വിഫ്റ്റ് ഡിസയർ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസയർ സിംഗിൾ ഓണർഷിപ്പ് ആണ് കേട്ടോ. പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്.
ടയറൊക്കെ ഒരു 50% എബോവ് വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ, നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വീഡിയോയിൽ കാണിച്ചാൽ അധികം സിംഗിൾ സെക്കൻഡ് ആണ് വരുന്നത്. 2016 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ ആണ്. റേറ്റ് എങ്ങനെ? റേറ്റ് 4,40,000. 4,40 വരുന്നത്. ലോണ് 3,90,000 വരെ ലോൺ ചെയ്യാം. ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം. വെറും 50,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് സ്വിഫ്റ്റിന്റെ ഡിസയർ. ഡിസയർ നോക്കുന്നവർക്ക് നേരെ കോൺടാക്ട് ചെയ്തോളാം. അടുത്ത വെൽ കണ്ടീഷൻ വരുന്ന ടിയാഗോന്റെ കുറച്ച് കളക്ഷൻസ് അല്ലേ? 2020 രജിസ്ട്രേഷൻ വരുന്ന ടിയാഗോ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി ഡെലിവറി എടുത്ത രീതിയിൽ തന്നെ ഉണ്ട്. കവർ വരെ നല്ല റെഡ് കളർ ടിയാഗോ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത നല്ല വണ്ടി. ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. അതിലുമ്പക്ക് 2020 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് 14,000 കിലോമീറ്റർ കറക്റ്റ് സർവീസ് പോകുന്നുണ്ട് കേട്ടോ. ഇത് 4,40,000 കൊടുക്കാം. 4 lakh വരെ ലോൺ അവൈലബിൾ. 4,40 ആണ് ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്. ഏകദേശം 4 ലക്ഷത്തോളം ലോണും കേറുന്ന ഒരു വണ്ടിയും കൂടിയാണ്. അടുത്ത് 2020 ഓട്ടോമാറ്റിക്. 20 ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു. ഫസ്റ്റ് കാണിച്ചത് റെഡ് മാനുവൽ ആണ്. ബ്ലൂ വരുന്നത് ഓട്ടോമാറ്റിക് ആണ്. ഫുൾ ലോഡ് വണ്ടി. 1.2 ഫുൾ ഓപ്ഷൻ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 5,75,000 കൊടുക്കാം. വെറും 5,70,000. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് അടുത്തൊരു ഓട്ടോമാറ്റിക് ആണ്. 2021 വണ്ടി. ഓക്കെ, അടുത്ത ഓട്ടോമാറ്റിക് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതും സെയിം റേറ്റിൽ തന്നെ കൊടുക്കാം. 5,65,000 കൊടുക്കാം. 5,65,000. വീണ്ടും നല്ലൊരു റെഡ് കളറാണ് വന്നിരിക്കുന്നത്. ടിയാഗോന്റെ ഒരു ഒട്ടുമിക്ക നല്ല കളക്ഷൻസ് തന്നെ അവൈലബിൾ ആണ്. അടുത്ത് ഓട്ടോമാറ്റിക് വാഗനർ വേണ്ട ആൾക്കാർക്ക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്. അതും 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന. ഇപ്പൊ നമുക്കത് മാനുവൽ റേറ്റേ ചോദിക്കുന്നുള്ളൂ. 4 ലക്ഷം. VXi ഓട്ടോമാറ്റിക്. VXi ആണ്. VXi ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് 2017 മാനുവൽ റേറ്റ് തന്നെ നിങ്ങൾക്ക് കമ്പാരിസൺ ചെയ്താൽ അറിയാൻ പറ്റും. ആ റേറ്റിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് കൊടുക്കാൻ പറ്റും. 4,40,000. വാഗ്നറിന്റെ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നേരെ കോൺടാക്ട് ചെയ്തോളുക. ഇതൊക്കെ ലോൺ ഏകദേശം എത്ര കയറും? ഇതിന് 3,70,000 വരെ ലോൺ ചെയ്തു. 3.25 വരെ ലോണും കയറുന്ന ഒരു വണ്ടി കൂടിയാട്ടോ. ലോണിലുള്ള പ്രോസസിംഗിലാണ്. ബുക്ക്ഡാണ് വണ്ടി. നിസാന്റെ ടെറാനോ. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഒരു XUV, അതും മൈലേജ് ഉള്ള, കിലോമീറ്റർ കുറഞ്ഞ, ഓണർഷിപ്പ് സിംഗിൾ ആയിട്ടുള്ള ഒരുപാട് എൻക്വയറി വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നോളൂ. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പ്രോപ്പർ സർവീസ് പോയിട്ടുണ്ട്. നമ്മളെ ഒരു വണ്ടിക്ക് നമ്പർ നമ്മൾ ഹൈഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇത് ടെറാനോ ഷോറൂമിൽ വിളിച്ചിട്ടൊക്കെ ഹിസ്റ്ററി എടുത്തിട്ട് തന്നെ വരാം. നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല കേട്ടോ. കറക്റ്റ് നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഇതിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഓപ്ഷൻ വരുന്ന ഫുൾ ഓപ്ഷൻ ഓപ്ഷനിലാണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ഓപ്ഷനല്ല. 65,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് 6,40,000 കൊടുക്കാം. 6,40,000. അത്യാവശ്യം നല്ല പ്രൊഫൈൽ ഉണ്ടായ ലോൺ എത്ര? ലോൺ ഇതിന് 5.5 വരെ ലോൺ എന്തായാലും 1 lakh ബിലോ ഇനീഷ്യൽ. 1 ലക്ഷത്തിന്റെ താഴെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് നിസാന്റെ ടെറാനോ. അടുത്ത് നെക്സ്റ്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് തന്നെ. പ്രത്യേകത സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 50,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, പിന്നെ കറക്റ്റ് സർവീസ് പോയിട്ടുള്ള വണ്ടിയാണ്. 1.6 എഞ്ചിനാണ്. 2016 മോഡല് പെട്രോൾ. 2016 മോഡൽ ക്രെറ്റയാണ് വന്നിരിക്കുന്നത്. 1.6 എഞ്ചിനില് പെട്രോൾ ആണ് വന്നിരിക്കുന്നത്. 7,40,000 കൊടുക്കാം. 7,45. അത്രയും ക്രെറ്റൊക്കെ അത്യാവശ്യം നല്ല എൻക്വയറീസ് വരുന്ന വണ്ടി കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു കോമ്പസ് ഉണ്ടായിരുന്നില്ല, അത് സോൾഡ് ഔട്ട് ആയിരുന്നു. നമ്മൾ വീഡിയോയിൽ കയറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കോമ്പസ് ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത വണ്ടി 2014 മോഡൽ റിറ്റ്സ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 14 മോഡൽ. ഓക്കെ, 14 മോഡൽ റിറ്റ്സ് VXi. അതിന്റെ നോർമൽ റേറ്റ് നമുക്ക് എന്തായാലും അറിയാം. 3,75,000 ഉള്ളിൽ വരുന്ന വണ്ടിയാണ്. ഇത് നമ്മൾ 2,70,000 തരാം. അതിന്റെ കാരണം ഉണ്ട്, നിങ്ങൾ കൈ വെച്ച് അവിടെ ചെറിയൊരു ആക്സിഡന്റ് വർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് അപ്പം അത് കാരണം ആ ഒരു മെയിൻ്റെനൻസ് കമ്പനിയിൽ തന്നെ വർക്ക് എടുത്താണ്. ഹിസ്റ്ററി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ആ ഒരു സൈഡിൽ വർക്ക് വന്നതാണ്. അപ്പൊ എന്തായാലും ആ ഒരു ഡിഫറൻസ് എന്തായാലും എടുക്കുന്ന കസ്റ്റമർക്ക് തരാം. 2,70,000 തരാം. അപ്പൊ ഈ 2,70,000 എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഫുൾ എമൗണ്ട് ലോൺ അവൈലബിൾ ആണ്. ബെനിഫിറ്റും കൂടി ഉണ്ട് കേട്ടോ. 85% ഇതിൽ മാർക്കറ്റ് വാല്യൂവിന്റെ 85% എന്ന് പറഞ്ഞാൽ 2.25-2.50 ലോൺ കയറുമ്പോൾ 3.5 ഉള്ള വണ്ടിന്റെ മാർക്കറ്റ് റേറ്റ് ഉണ്ട്. അതിന് 2.25 ലോൺ ചെയ്തു തരാം. ഈ 2.25 ലക്ഷം രൂപയ്ക്ക് വണ്ടി ഇറക്കി തരാം. റിറ്റ്സ് ഒക്കെ ഇറങ്ങിയ സമയത്ത് ഒരുപാട് നല്ല എനിക്കൊരു പെട്രോൾ ആണ്. നമുക്ക് എങ്ങനെയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ സെയിൽ പോയ ഒരു വണ്ടിയാണ്. സെയിൽ പോയി ചില അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. VXi ആണെങ്കിൽ കൂടി എക്സ്ട്രാ അലോയ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത നല്ലൊരു വണ്ടി. അടുത്ത് നെക്സ്റ്റ് ഒരു നീറ്റ് ആൻഡ് ക്ലീൻ, അതും സിംഗിൾ ഓണർഷിപ്പ്, 28,000 കിലോമീറ്റർ ഓടിയ ബലേനോ.
28,000 സീറ്റ എന്നുള്ള വേരിയന്റ്. സീറ്റ വേരിയന്റ് ആണ് വന്നിരിക്കുന്നത്. റൈറ്റ് ആർക്കെങ്കിലും ചലഞ്ച് ചെയ്യാം. 6,25,000 വരാം. വെറും 6,25,000. എവിടെ കിട്ടും? 6 ലക്ഷത്തിന് മേലെ വണ്ടിയുള്ളൂ. അപ്പം വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ലോണിന്റെ കേസ് ആയാലും 5-ന്റെ മേലെ 5,45,5,60 ലോൺ ചെയ്യാം. സീറ്റ അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്ന പുള്ളിന്റെ നേരത്തെ ആയുള്ള വണ്ടി. നെക്സ്റ്റ് ഒരു ചാൻസ് വെഹിക്കിൾ തന്നെയാണ് ഇതും. ഓൾട്രോസ് 2020 ടാറ്റാന്റെ ആൾട്രോസിലേക്ക് വന്നിരിക്കുകയാണ്. ഇതും സിംഗിൾ ഓണർഷിപ്പ് 55,000 കിലോമീറ്റർ ഓടിയ വണ്ടി കേട്ടോ. 55 സിംഗിൾ ഓണർഷിപ്പ്. നമ്മൾ നെറ്റ് റേറ്റ് 4,55,000 കൊടുക്കാം. 4,55,000 5,5 4,55,000 സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ വെറും 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ പ്രൈസിന് ഇപ്പൊ എവിടെ കിട്ടാം? ചലഞ്ച് ചെയ്യാം. ഉണ്ടെങ്കിൽ ആ സ്ഥലം ഒന്ന് കമന്റിൽ ഇടുക. അതെ, ഈ പ്രൈസിനൊന്നും എവിടെ ആൾട്രോസ് കിട്ടാൻ പോകുന്നില്ല. സിംഗിൾ ഓണർഷിപ്പ് ആണ് കിടക്കുന്നത്. അതുപോലെ തന്നെ വേരിയന്റ് വരുന്നത് XC 1.2 XC റിവേട്രോൺ എഞ്ചിൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കാണിച്ച ഒട്ടുമിക്ക സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പ് ഒക്കെ കംപ്ലീറ്റ് വണ്ടിക്കും ലോൺ അവൈലബിൾ. നല്ല രീതിയിൽ തന്നെ ലോണും ക്വാളിറ്റി. അതെ, നമ്മൾ കാണിച്ച ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വെഹിക്കിൾസ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചലഞ്ച് ചെയ്ത കുറെ വണ്ടികളുണ്ട്. ഈ പ്രൈസിങ്ങിന് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. കാരണം i20 ആയാലും 18 5 രൂപയ്ക്ക് ബലേനോ 6,20,000 നമ്മളൊരു i20 ഓൾട്രോസ് കാണിച്ചു. പിന്നെ അതിൽ വരുന്ന KUV ഉണ്ട്. പിന്നെ ക്വാളിറ്റി ഉള്ള ഇതുണ്ട്, ടെറാനോ ഒരുപാട് വണ്ടികളുണ്ട്. എല്ലാം നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഫോട്ടോസും ഡീറ്റെയിൽ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻഫോ ലൈനിൽ ഇതിൽ വെക്കുന്ന ഇൻഫോ ലൈനിൽ ജസ്റ്റ് വാട്സാപ്പിൽ ഹായ് ഇട്ട് കഴിഞ്ഞാൽ കാറ്റലോഗ് അവൈലബിൾ ആണ്. നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നേരെ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്താലോ? സോ താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു ടോപ്പിക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.